അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്. എന്താണ്? പീരിയോഡിക് ടേബിളിൻ്റെ ഹിസ്റ്ററി ഓഫ് പീരിയോഡിക് ടേബിൾ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. പേര് പറയുന്ന പോലെ തന്നെ പീരിയോഡിക് ടേബിളിൻ്റെ ഹിസ്റ്ററി ഒക്കെ നമ്മൾ പഠിക്കും. പക്ഷേ ഹിസ്റ്ററി മാത്രമല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. പീരിയോഡിക് ടേബിളിൻ്റെ കുറച്ച് മെമ്പേഴ്സും, നമ്മളിപ്പോൾ ഒരു വീടെടുത്ത് കഴിഞ്ഞാൽ വീട്ടിലിപ്പം കുറേ മുറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഓരോ മുറിയിലും പലതരത്തിലുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ടാവും. ഇപ്പോൾ കിച്ചണിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പോലെ സെൻട്രൽ ഹാളിൽ ആൾക്കാരെ സ്വീകരിക്കുക, ഡൈനിങ് റൂമിന് വേറൊരു ഫംഗ്ഷൻ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ എന്താണ് നമ്മുടെ വീട്ടിൽ ചില ഏരിയസിൽ നമ്മൾ ചില ഫംഗ്ഷൻസ് കൊടുക്കുന്നത്. ചില സ്ഥലത്ത് മാത്രമാണ് ഇന്ന പരിപാടി നടക്കുക, ചില സ്ഥലത്ത് മാത്രമാണ് വേറൊരു സംഭവങ്ങൾ നമ്മൾ ചെയ്യുക. ഇപ്പം ചില സ്ഥലത്ത് മാത്രമാണ് ഭക്ഷണം ചെയ്യാന്ന് പറയുന്നത്, ചില സ്ഥലത്ത് മാത്രമാണ് നമ്മൾ ഉറങ്ങാറ്. ചില സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ വല്ല പൂജയോ അങ്ങനത്തെ പരിപാടിയാണ്, പൂജാമുറികളൊക്കെ ഒരു സൈഡിലാണ്. ഓക്കെ, ചില സ്ഥലത്താണ് നമ്മൾ പല സാധനങ്ങളും എടുത്തു വെക്കുന്നത്. ചെറിയ വീടാണെങ്കിലും ചെറിയ മുറിയാണെങ്കിലും നമുക്ക് ഇതുപോലുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ടാവും അല്ലേ? അതുപോലെ പീരിയോഡിക് ടേബിളിലും പല അറേഞ്ച്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ആ അറേഞ്ച് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. എന്തൊക്കെയാണ് പീരിയോഡിക് ടേബിൾ ഉള്ളതെന്ന് പഠിക്കും. അതുപോലെ അത് പീരിയോഡിക് ടേബിളിലെ എലമെന്റ്സ് ചില ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട് അവർക്ക്. അത് നമ്മൾ പീരിയോഡിക് ട്രെൻഡ്സ് എന്ന് പറയാം. ഇപ്പോൾ പീരിയോഡിക് ട്രെൻഡ്സ് എന്താണെന്ന് നമ്മൾ പഠിക്കും. പക്ഷെ അതൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഈ പീരിയോഡിക് ടേബിൾ എങ്ങനെ ഉണ്ടായി വന്നതെന്ന് അറിയണ്ടേ? സോ അതാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് മുന്നേ നിങ്ങൾ ഈ ചിത്രം നോക്കിയേ. ഇത് വിദേശ രാജ്യങ്ങളിൽ എവിടെയോ ഉള്ളൊരു സൂപ്പർ മാർക്കറ്റിന്റെ ചിത്രമാണ്. ഓക്കെ, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കിയേ, പല റോസിലായിട്ട് പല അറേഞ്ച്മെന്റ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പം സോപ്പ് അതുപോലെ അങ്ങനെ വാഷ് ചെയ്യേണ്ട ഐറ്റംസ് ഒക്കെ ഒരു സൈഡിലാണെങ്കിൽ നമ്മുടെ സ്നാക്സും കഴിക്കേണ്ട സാധനങ്ങളൊക്കെ വേറെ സൈഡിലായിരിക്കും. അതുപോലെ കോസ്മെറ്റിക്സ്, നമ്മുടെ ഷാമ്പൂ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ, ഫേസ് വാഷ്, അതൊക്കെ എവിടെയായിരിക്കും? അത് വേറെ സ്ഥലത്തായിരിക്കും. അതുപോലെ നമ്മൾ ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കൊണ്ട് അത് വേറൊരു ഏരിയയിലായിരിക്കും. അപ്പം എന്താണ്, ഒരു ഷോപ്പിംഗ് മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. എല്ലാ സാധനങ്ങളും ഇങ്ങനെ അടിച്ചു കൂട്ടി നമ്മളിപ്പോൾ മുറിയിലൊക്കെ വെക്കുന്നത് പോലെ എല്ലാം കൂടി കൂട്ടിയിട്ടിട്ടല്ല ഉണ്ടാവുക. എല്ലാം വ്യക്തമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാറ്റിനും നെയിം ചെയ്ത് ലേബൽ ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ ഉള്ളത്. എന്താണ്, പല സെക്ഷൻസ് ആക്കിയിട്ട് പല ഡിഫറെൻറ്റ് കളേഴ്സിലും മറ്റും നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. പക്ഷെ ഇങ്ങനെ എത്തുന്നതിന്, അതായത് ഇപ്പം എത്രയുണ്ട്? ഇപ്പം ഏകദേശം 118 അതിന് മുകളിൽ 120 ഉണ്ടെന്നൊക്കെ പറയുന്നത്. 118 എലമെന്റ്സ് ഉണ്ട്. അത്രയും എലമെന്റ്സിന് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ടേബിൾ ആയിട്ട് മാറി. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പേ, അതായത് നമ്മളെ 18-ാം നൂറ്റാണ്ടിലും ആ സമയത്തൊക്കെ ഇത്ര കുറേ എലമെന്റ്സ് നമുക്ക് അറിയില്ല. സോ അറിയുന്ന എലമെന്റ്സ് വെച്ച് ആ സമയത്തുള്ള സയന്റിസ്റ്റുകൾ പല രീതിയിൽ നമ്മുടെ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളെ കുറച്ച് സയന്റിസ്റ്റുകളെ കോൺട്രിബ്യൂഷനും അവരുണ്ടാക്കിയ ഈ ഒരു അറേഞ്ച്മെന്റ് എങ്ങനെയൊക്കെ ആയിരുന്നു, അതിൻ്റെ കുറച്ച് മെറിറ്റ്സും അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ എന്തൊക്കെ, അത് എന്തുകൊണ്ട് അത് സക്സസ്ഫുൾ ആയിട്ടില്ല എന്നൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വെറുതെ ഇങ്ങനെ പറഞ്ഞ് കൊണ്ടുപോകുന്നതിനായിട്ട് നമ്മുടെ കാര്യത്തിലേക്ക് നേരെ ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് പോയാലോ? ഓക്കെ, അപ്പം നമുക്ക് കഥ ഇവിടുന്ന് തുടങ്ങാം. അപ്പം നമ്മുടെ ഏത് കഥ തുടങ്ങുമ്പോഴും അതിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ ഈ കഥയും ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഓർഡറിൽ പല സയന്റിസ്റ്റുകളും അവരെ തിയറീസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു. അതിപ്പം ഒരു സയന്റിസ്റ്റ്, ഇപ്പം ലാവോസിയർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഒരു തിയറി കണ്ടു. ആ തിയറിയുടെ പുറത്താണ് അടുത്ത തിയറി വരുന്നത്, അതിന് പുറത്താണ് തൊട്ടടുത്ത തിയറി വരുന്നത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുവാണ്. ഓക്കെ, സോ നമ്മൾ എന്താണ്, നമ്മൾ ഈ ചരിത്രം പരിശോധിക്കും. ഇതിലുള്ള ആൾക്കാർ ഇവരെങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും കാണും. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിളിൽ നമ്മൾ എത്തിയില്ല. ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിൾ എത്തുന്നതിന് മുമ്പേയുള്ള ചരിത്രം. ഓക്കെ, അതായത് റോക്കി ബായ് ബോംബെയിൽ ഡോൺ ആവുന്നതിന് മുന്നേയുള്ള ചരിത്രം എന്നൊക്കെ പറയുന്ന പോലെ മോഡേൺ പീരിയോഡിക് ടേബിൾ നിലവിൽ വരുന്നതിന് മുന്നേ എന്തായിരുന്നു എലമെന്റ്സിന് സംഭവിച്ചിരുന്നത് അത് കാണാൻ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാം. ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ഒന്നുമില്ല, ഇവരൊക്കെ സബ്ബാണ് കേട്ടോ. മെയിൻ ആയിട്ടുള്ള ആൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന സയന്റിസ്റ്റ് ആണ് ലാവോയ്സിയർ എന്ന് പറയും. അൻഡോയിൻ ലാവോയ്സിയർ എന്നൊരു സയന്റിസ്റ്റ് ആണ്. പിന്നെ നമ്മൾ പഠിക്കും ഡോബറെയ്നർ എന്നൊരു സയന്റിസ്റ്റ് ആണ്. ഓക്കെ, ഡോബർമാൻ എന്നൊന്നും ആലോചിച്ച് പോകല്ല മോനെ, അതെല്ലാം വേറെയാണ്. അതൊരു പട്ടി വിളിക്കുന്ന പേരാണ്. ഇത് ഡോബറെയ്നർ വേറെ സയന്റിസ്റ്റിന്റെ പേരാണ്. ഓക്കെ, പിന്നെ ന്യൂലാൻഡ്സ്, പുതിയ നാടുകൾ എന്നൊന്നും വായിക്കരുത്, ഇതൊരാളുടെ പേരാണ് ന്യൂലാൻഡ്സ്. പിന്നെ അടുത്ത നല്ല സൂപ്പർ ആയിട്ടുള്ള റഷ്യൻ പേരാണ് ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവ്. ഈ പുള്ളിക്കാരൻ നിങ്ങൾ കേട്ടിട്ടുണ്ട, മെൻഡലീവ് കേൾക്കാതിരിക്കാൻ സാധ്യതയില്ല. പീരിയോഡിക് ടേബിൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഡിസ്കസ് ചെയ്യുന്ന മെൻഡലീവ് എന്നൊരു പേര് വരും. പിന്നെ അഞ്ചാമത്തെ ഇവനാണ് മെയിൻ. പക്ഷേ ആ പുള്ളിക്കാരൻ ഞാനിപ്പോൾ പരിചയപ്പെടുന്നില്ല. നമ്മൾ ടിസ്റ്റ് എന്നൊക്കെ പറയുന്നില്ലേ, പുള്ളിക്കാരൻ വരാനാവുന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം ഉള്ള ആൾക്കാരെ നമുക്ക് ആദ്യം പഠിക്കാം. ഓക്കെ, അപ്പോൾ ലാവോയ്സിയറിന് നമുക്ക് തുടങ്ങാലോ. യെസ്, ലാവോയ്സിയറിന്റെ കഥ ഭയങ്കര ട്രാജിക് കഥ കേട്ടോ, നമുക്ക് പറയാം. അപ്പോൾ അൻഡോയിൻ ലാവോയ്സ് സൈഡിൽ ഫോട്ടോ ഉണ്ട്. പുള്ളിക്കാരൻ്റെ പണ്ട് ആരോ വരച്ച ചിത്രമാണ്, കാരണം ആ സമയത്ത് ക്യാമറയൊന്നും ഇല്ലല്ലോ. 1743 ജനിച്ചു, 1794 പെട്ടെന്ന് തന്നെ മരിച്ചുപോയി. ആകെ തന്നെ 51 വയസ്സ് വരെ പുള്ളിക്കാരൻ ജീവിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ സമയത്ത് 51 വരെ ജീവിക്കുക എന്ന് പറയുന്നതിൻ്റെ വലിയ കാര്യം, കാരണം ആ സമയത്ത് ഈ പ്ലേഗും മറ്റു രോഗങ്ങളൊക്കെ വെച്ചിട്ട് ആൾക്കാർ പെട്ടെന്ന് മരിച്ചു പോകാറുണ്ട്. ഇതുപോലുള്ള ഇപ്പോഴത്തെ പോലത്തെ നമ്മുടെ
ഹെൽത്ത് കണ്ടീഷൻ ഒന്നല്ല ആ സമയത്ത്. ഒരുപാട് രോഗങ്ങളും അതിനുള്ള ചികിത്സയൊന്നും ഇല്ലാതെ ഒരുപാട് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ലാവോയ്സിയർ 51 വയസ്സ് വരെ ജീവിച്ചു. പക്ഷേ പുള്ളിക്കാരൻ്റെ കഥ എന്ന് വെച്ചാൽ ഭയങ്കര ട്രാജിക് ആയിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ ലാവോയ്സിയർ ഒരു ഫ്രഞ്ച് സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഫ്രഞ്ച് ആ സമയത്ത് പുള്ളിക്കാരൻ ജനിച്ച് കുറേ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും നമ്മളെ ഓക്സിജന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ പുള്ളിക്കാരൻ നടത്തിയിട്ടുണ്ട് ലാവോയ്സിയർ. പക്ഷേ ലാവോയ്സിയർ കൊല്ലപ്പെട്ടത് വളരെ ദാരുണമായിട്ടായിരുന്നു. അതായത് ലാവോയ്സിയർ ജീവിച്ചിരിക്കുന്നത് ഈ 1794 89 ആ സമയത്താണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയ സമയത്ത് രാജഭരണത്തെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഗില്ലറ്റിൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് തോക്കിന്റെ അറ്റത്ത് ഒരു മൂർച്ചയുള്ള ഒരു കത്തി വെച്ചതുപോലെ ഒരു സാധനമാണ് ഗില്ലറ്റിൻ. ഗില്ലറ്റിൻ ഇല്ല, ഈ ബയണറ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു തോക്കുണ്ട്. അതുപോലെ ഗില്ലറ്റിൻ എന്ന് പറയുന്ന സാധനം വേറെ ഒന്നാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തല വെട്ടുന്ന ഒരു സെറ്റപ്പാണ്. അതായത് നമ്മൾ തൂക്ക് കയറുന്നുള്ള പോലെ അതുപോലെയല്ല, അതിലും കുറച്ചും കൂടി ബ്രൂട്ടൽ ആയിട്ടൊരു സാധനമാണ്. ഫ്രഞ്ച് വിപ്ലവ സമയത്താണ് ഇതിന്റെ കൂടുതൽ പ്രചാരണം സംഭവിച്ചത്. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഒരു കത്തി, ഇങ്ങനെ ഒരു എന്താണ്, ഒരു ഡോറ് പോലത്തെ ഒരു സെറ്റപ്പാണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ തല വെക്കേണ്ട സെറ്റപ്പ് ഉണ്ടാവും. ഇവിടെ എന്തുണ്ട്, ഒരു മൂർച്ചയുള്ള ഒരു വാള് പോലത്തെ സംഭവം ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. അപ്പം ആളുടെ തല ഇവിടെ വെക്കും, ഈ സാധനം താഴവും തല വെട്ടി പോവും. അതാണ് ഗില്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ അന്റോയിൻ ലാവോയ്സ് രാജഭരണത്തിന് സപ്പോർട്ടായിരുന്നു. രാജാവ് ഭരിക്കുന്നത് നല്ലത്, ഈ വിപ്ലവമൊന്നും ശരിയല്ല, വിപ്ലവങ്ങളൊക്കെ അങ്ങനെ മോശമാണ്, അങ്ങനത്തെ രീതിയിലൊക്കെ പുള്ളിക്കാരെ സംസാരിച്ചു. അതോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഏതൊരു സൈഡിൽ പുള്ളിക്കാരെ സംസാരിച്ചു. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരാണ് അധികാരം. വിപ്ലവം ജയിച്ചല്ലോ. വിപ്ലവം ജയിച്ചു കഴിഞ്ഞപ്പം അതിനെതിരെ സംസാരിച്ച ആൾക്കാരൊക്കെ കൂട്ടത്തോടെ കൊല്ലാൻ തുടങ്ങി. അപ്പൊ ആ ഒരു കൂട്ടത്തിലായിരുന്നു ലാവോയ്സ്. ഇതിങ്ങനെയാണോ തിരിച്ചിട്ടാണോ അറിയില്ല, പക്ഷെ കഥയിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. കഥയല്ല, ശരിക്കും നടന്നതാണ്. ലാവോയ്സും ഗില്ലറ്റിനും കൊണ്ട് അയാളുടെ കഴുത്ത് വെട്ടിക്കളയാണ് ചെയ്തത്. അങ്ങനെ ദാരുണമായിട്ട് പുള്ളിക്കാരൻ മരിച്ചുപോയി. പക്ഷെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സയന്റിസ്റ്റ് ആയിരുന്നു. കാരണം നിങ്ങൾ ആ ഒരു സമയമായിരിക്കും 18ാം നൂറ്റാണ്ട് വെച്ചാൽ സൗകര്യങ്ങളും മറ്റുമൊക്കെ കുറഞ്ഞൊരു സമയത്താണ് ലാവോയ്സിയർ ഇതുവരെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയത്. ഓക്കെ, അപ്പൊ ലാവോയ്സിന്റെ ട്രാജിക് ഹിസ്റ്ററി എവിടെ നിൽക്കട്ടെ, നമുക്ക് ലാവോയ്സിയർ എങ്ങനെയാണ് എലമെന്റ് അറേഞ്ച് ചെയ്ത് നോക്കാം. സോ ആ സമയത്ത് ആകെ ഒരു 30ഓളം എലമെന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ആ സമയത്ത് അറിഞ്ഞിരിക്കുക, അതായത് നമ്മളിപ്പം പേര് കേട്ടിട്ടുള്ള കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഇതുപോലത്തെ സാധനം, അതുപോലെ നമ്മൾ കേട്ട് പരിചയമുള്ള ഈ അയൺ, അതുപോലത്തെ എലമെന്റ്സ് ഒക്കെ ആയിരുന്നു ആ സമയത്ത് കൂടുതൽ അറിഞ്ഞിരിക്കുന്നത്. നോൺ എലമെന്റ്സ് വെച്ചാൽ ആ ഒരു 30 സംതിങ് എലമെന്റ്സ് ഉണ്ടായിരുന്നു. സോ ഈ എലമെന്റിനെ വളരെ സിമ്പിൾ ആയിട്ട് ലാവോയ്സിയർ എന്താണ് അതിനെ അറേഞ്ച് ചെയ്തു. എന്താണ്, കുറെ മെറ്റൽസ് പുള്ളി നോക്കിയപ്പോൾ എന്താണ്, ഇരുമ്പ്, അയൺ, കോപ്പർ, അല്ലെങ്കിൽ എന്താണ് കാൽസ്യം, സോഡിയം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് മെറ്റൽസ് പുള്ളിക്കാരൻ കാണും. അപ്പോൾ ഓക്കെ, മെറ്റൽസ് ഉണ്ട്. പിന്നെ കാർബൺ, ഓക്സിജൻ എന്നൊക്കെ പറഞ്ഞ് നോൺ മെറ്റൽസ്. പുള്ളി സിമ്പിളായിട്ട് മെറ്റൽസും നോൺ മെറ്റൽസും ആയിട്ട് ഈ 30 എലമെന്റ്സിനെ പുള്ളിക്കാരൻ ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, സിമ്പിളായിരുന്നു പുള്ളിക്കാരൻ്റെ ക്ലാസിഫിക്കേഷൻ. നമ്മൾ ടേബിളൊന്നും ഇല്ല. നമ്മളിപ്പം രണ്ട് സൈഡ്, ഒരു സൈഡ് ആരാണ് കുറേ മെറ്റൽസ് ഉണ്ട്, മറ്റേ സൈഡ് നോൺ മെറ്റൽസ്. വളരെ സിമ്പിളായിട്ടൊരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ചില എലമെന്റ്സ് അവർക്ക് മെറ്റൽസിന്റെയും അതുപോലെ തന്നെ നോൺ മെറ്റൽസിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നുണ്ട്. അവരെ നമ്മൾ എന്ത് വിളിക്കും, മെറ്റലോയിഡ്സ് എന്ന് വിളിക്കും. ഓക്കെ, പക്ഷെ അവരെ എന്ത് ചെയ്തു, നമ്മുടെ ലാവോയ്സിയറിന് അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്താണ്, ഇത് പുള്ളിക്കാരൻ്റെ ഡ്രോബാക്ക് ആയിരുന്നു. 30 എലമെന്റ്സിനെ മെറ്റൽസും നോൺ മെറ്റൽസും ആയിട്ട് പുള്ളിക്കാരൻ ക്ലാസിഫൈ ചെയ്തു. പക്ഷേ മെറ്റലോയിഡ്സിനെ പുള്ളിക്കാരൻ അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഫെയിലിയർ ആയിരുന്നില്ല. ഇത് ആ സമയത്ത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷെ പിന്നെ ഈ മെറ്റലോയിഡ്സ് കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിൽ അറേഞ്ച്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ മെറ്റലോയിഡ്സ് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ലാവോയ്സിയറിനെ പരാജയപ്പെട്ടുപോയി. അപ്പൊ പിന്നെ അതിനുശേഷം വന്നു ഡോബറിൻ എന്നൊരു സയന്റിസ്റ്റ്. ഇപ്പോൾ ഇവിടെ ചെറിയൊരു ചിത്രം വരച്ചു. ആ സമയത്ത് ക്യാമറ ഇല്ലാത്ത ചിത്രം കണ്ടോ. അതായത് 1794 ലാവോയ്സിയർ മരിച്ചു. അപ്പൊ ഏകദേശം ആ സമയത്ത് ആകെ 14 എത്രയാണ്, ആ സമയത്ത് ഒരു 14 വയസ്സൊക്കെ ആവുന്ന ആളാണ് ജോഹാൻ ഡോബറൈൻ. അപ്പൊ 1780 ജനിച്ചു, 1849 വരെ ജീവിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ സമയത്ത് പുള്ളിക്കാരൻ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ് ട്രയാഡ്സ്. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ട്രയാഡ്സിന്റെ ഐഡിയ. അപ്പൊ ട്രയാഡ് എന്ന് വെച്ചാൽ എന്താണ്, പുള്ളിക്കാരൻ ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ്, അതായത് 3 എലമെന്റ്സ് എടുത്തു. അപ്പൊ 3 എലമെന്റ്സിനെ എടുത്തത് എങ്ങനെയാണ്, എന്ത് ക്യാരക്ടറിസ്റ്റിക്സിലാണ് പുള്ളി എടുത്തത്, പുള്ളി എടുത്തു നോക്കുമ്പോൾ അതിന് 3നും സിമിലർ പ്രോപ്പർട്ടീസ് ആണ്. അതായത് നോക്കുവാണെങ്കിൽ അതിപ്പം എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഒരുപോലെ ആയിരിക്കും, അല്ലെങ്കിൽ വാട്ടറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപോലെ റിയാക്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് ചൂടാക്കണം, അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, അങ്ങനെ കുറച്ച് സിമിലർ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് പുള്ളിക്കാരൻ. അവരെയൊക്കെ ഒന്നിച്ചൊരു ഗ്രൂപ്പാക്കി. അങ്ങനെ 3 എലമെന്റ്സ് ഉള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രയാഡ്സ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ഡോബറിന് ശ്രദ്ധിച്ചു. എന്താണ്, അതിലെ സെക്കൻഡ് എലമെന്റ് ഉണ്ടല്ലോ, അതിന്റെ ആറ്റോമിക് മാസ് മറ്റ് 2 എലമെന്റ്സിന്റെയും ആറ്റോമിക് മാസുകളുടെ ആവറേജ് ആയിരുന്നു. എന്താണ്, ആറ്റോമിക് മാസ് ഓഫ് സെക്കൻഡ് എലമെന്റ് വാസ് അപ്രോക്സിമേറ്റ്ലി ദ അരിത്മെറ്റിക് മീൻ ഓഫ് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് എലമെന്റ്സ്. ഓക്കെ, അപ്പോൾ
പുള്ളിക്കാരൻ്റെ ഒരു ഐഡിയ അതാണ്, നമ്മുടെ സിമിലർ പ്രോപ്പർട്ടീസുള്ള 3 എലമെന്റ്സിനെ ട്രയാഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പായി കൊണ്ടുവന്നു. ഈ ട്രയാഡ്സിൽ രണ്ടാമത്തെ എലമെന്റിന്റെ ആറ്റോമിക് മാസ് മറ്റ് 2 എലമെന്റ്സ്, ആദ്യത്തെയും അവസാനത്തെയും എലമെന്റ്സിന്റെ ആറ്റോമിക് മാസിന്റെ ആവറേജ് ആണെന്ന് കൂടി പുള്ളി കണ്ടെത്തി. ഓക്കെ, അപ്പൊ പുള്ളിക്കാരനാണ് ആദ്യമായിട്ട് ഈ ഒരു ഐഡിയ വെച്ചത്, ഈ ആറ്റോമിക് മാസ് എന്ന് പറയുന്ന ഐഡിയ. അതായത് നമ്മൾ എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ്, അപ്പം എലമെന്റ്സ് ഒരു എലമെന്റ് നമ്മൾ എടുക്കുന്നു, ഉദാഹരണത്തിന് ഹൈഡ്രജൻ ഞാൻ എടുക്കുന്നു, ഒരു സൈഡിൽ ഞാൻ ഹീലിയം എടുക്കുന്നു. അപ്പൊ ഹൈഡ്രജന്റെ പ്രോപ്പർട്ടീസ് അല്ല ഹീലിയത്തിന്റെ പ്രോപ്പർട്ടി. അപ്പൊ പുള്ളിക്കാരൻ നോക്കിയപ്പോൾ രണ്ടിനും വ്യത്യാസം എന്താണ്? ഈ ആറ്റോമിക് നമ്പർ ഒന്നും ആ സമയത്ത് ഇല്ല കേട്ടോ, പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ പുള്ളിക്കാരൻ അങ്ങനെ വെയിറ്റ് നോക്കിയപ്പോൾ ഹൈഡ്രജന്റെ വെയിറ്റ് അല്ല, ആരുടെ വെയിറ്റ്? ഹീലിയത്തിന്റെ ആറ്റോമിക് വെയിറ്റ് അല്ല, ആറ്റോമിക് മാസ്. അപ്പൊ പുള്ളിക്കാരൻ എന്ത് പറഞ്ഞു? ആ സമയത്ത് ആറ്റോമിക് നമ്പറൊന്നും ഇലക്ട്രോണും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ഓക്കേ, ഈ എലമെന്റിന്റെ ഈ പല പല പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, അതായത് ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ കാരണക്കാരൻ ആരാന്ന് ഡോബറിന് പറഞ്ഞു? അത് ആറ്റോമിക് മാസ് ആണ്, മറ്റാരുമല്ല, ആറ്റോമിക് മാസ് ആണ് ഇതിന്റെ പ്രോപ്പർട്ടീസിന് കാരണം. അതാണ് റിലേഷൻ ബിറ്റ്വീൻ ആറ്റോമിക് മാസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് പുള്ളിക്കാരൻ ഐഡിയ കൊടുത്തു. ഈ ആറ്റോമിക് മാസ് വെച്ച് അറേഞ്ച് ഒക്കെ ചെയ്തപ്പോൾ പുള്ളിക്കാരന് കണ്ടു, ഓക്കെ, അപ്പൊ ആറ്റോമിക് മാസിന് എന്തോ ഒരു കാര്യമുണ്ട്. അവിടെയാണ് ഡോബറൈനറിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പൊ ഡോബറൈനർ ട്രയാഡ്സ് ഞാൻ പറഞ്ഞു, അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഉദാഹരണം, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഇതൊരു ട്രയാഡായിരുന്നു. അപ്പൊ ഈ ട്രയാഡിന്റെ പ്രത്യേകത എന്താണ്? മിഡിൽ എലമെന്റിന്റെ ആറ്റോമിക് മാസ് മറ്റ് രണ്ടെണ്ണത്തിന്റെ ആവറേജിന്റെ ഈക്വൽ ആയിരിക്കും, അല്ലെ? ഇപ്പൊ ഇത് നോക്കിയോക്കെ, ലിഥിയത്തിന്റെ ആറ്റോമിക് മാസ് 7 ആണ്, പൊട്ടാസ്യത്തിന്റെ 39 ആണ്. അപ്പോൾ 7 + 39 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 46/2. എത്ര നമുക്ക് കിട്ടിയേ? 23 ആണല്ലോ, സോഡിയത്തിന്റെ ആണല്ലോ. അതുപോലെ അടുത്ത എക്സാമ്പിൾ ആണ് കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം. കാൽസ്യത്തിന്റെ 40 ആണ്, ബേരിയത്തിന്റെ 137.3 ആണ്. അപ്പൊ എന്തായിരിക്കും? 40 + 137.3 ഡിവൈഡഡ് ബൈ 2. അപ്പൊ എത്ര കിട്ടുക? 177.3 ഡിവൈഡ് ബൈ 2. ഇത് അപ്രോക്സിമേറ്റ്ലി എന്താണ്? 87.6ന് ഈക്വൽ ആണ്. ഓക്കെ, അതായത് ഇത് നിങ്ങൾ ചെയ്തു നോക്കി നിങ്ങൾ മനസ്സിലാവും. എത്രയാണ്? 2 എത്ര പോവും? 8 × 2 17 അല്ലേ? ബാക്കി എത്രയുണ്ട്? അവിടെ 1 ഉണ്ട്, 7. അവിടെ പിന്നെയും 2 16 പോയി, 17 ഉണ്ട്. അവിടെയും 2 16, 1 ബാക്കി 13. അവിടെ എത്രയാണ്? ഒരു 2 സോറി, ഇവിടെ 7. 14 7 തവണ പോകും. ഓക്കെ, 87.1 അപ്രോക്സിമേറ്റ്ലി അത്രയൊക്കെയാണ് വരുന്നത്. അപ്പം 87.6 ആണ് അതിന്റെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ. അപ്പൊ എന്ത് കിട്ടി? ആവറേജ് ഓഫ് ഇതിന്റെ അപ്രോക്സിമേറ്റ്ലി സ്ട്രോൺഷ്യത്തിന്റെ ആറ്റോമിക് മാസിന് ഈക്വൽ ആണ്. അടുത്ത ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എടുത്തു. എത്രയാണ്? ക്ലോറിന്റെ 35.5 ആണ്, പിന്നെ നമ്മുടെ അയഡിന്റെ എത്രയാണ്? 127 ആണ്. ഇതിന്റെ ആവറേജ് എടുത്തു നോക്കിയേ, എത്രയാ വരുക? എത്രയാണ്? 7 5 5 + 7 + 5 12 12 + 1 13 + 3 16. ഓക്കെ, ബൈ 2 അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടും? ഓക്കെ, 81.25 സംതിങ് കിട്ടും. ഓക്കെ, പക്ഷെ അപ്രോക്സിമേറ്റ് അതിന്റെ വെയിറ്റ് കിട്ടിയത് അപ്രോക്സിമേറ്റ്ലി 80 ആണ്. അപ്പൊ അതും ക്ലോസ് ആണ്. പുള്ളിക്കാരൻ പറഞ്ഞത് കറക്റ്റ്ലി അപ്രോക്സിമേറ്റ്ലി ക്ലോസ് ആയിട്ടുള്ള വാല്യൂ ആണ് എന്ത് കിട്ടുന്നത്? ആ മിഡിൽ എലമെന്റിന്റെ ആറ്റോമിക് മാസ് എന്താണ്? അതിന്റെ ഫസ്റ്റ് ആൻഡ് തേർഡ് എലമെന്റ്സിന്റെ ആവറേജിന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞത് എന്താണ്? സിമിലർ പ്രോപ്പർട്ടീസ് നടക്കുന്ന എല്ലാത്തിനും ഗ്രൂപ്പ് ആക്കി ആറ്റോമിക് മാസും പ്രോപ്പർട്ടിയും തമ്മിൽ എന്തൊക്കെയൊക്കെയോ ബന്ധങ്ങളുണ്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ കുറച്ചുകൂടി അങ്ങോട്ട് എലമെന്റ്സ് എടുത്തു, വലിയ വലിയ എലമെന്റ്സ് എടുത്തു. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടു, നല്ല വേരിയേഷൻ അല്ലെങ്കിൽ ചെറിയ വേരിയേഷൻ കണ്ടോ? ഇപ്പം നമ്മൾ ബ്രോമിന്റെ 80 ആണ്, പക്ഷെ കിട്ടുന്നത് 81.25 ആണ്. സ്ട്രോൺഷ്യത്തിന്റെ 87.6 ആണ്, പക്ഷെ 87.1 ആണ് വരുന്നത്. അപ്പൊ ഇതിലും കൂടി വെയിറ്റ് കൂടി ആറ്റോമിക് മാസ് കൂടി വലിയ വലിയ എലമെന്റ്സ് ഒക്കെ നോക്കുമ്പം അത് ആ സമയത്തുള്ള തന്നെ എല്ലാ എലമെന്റ്സും എന്താണ്? ഇതുപോലെ ട്രയാഡ്സ് ആക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ച പോലെ എല്ലാ 3 എലമെന്റിനും ഇതുപോലെ പ്രോപ്പർട്ടി, സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള 3 എലമെന്റ് വെച്ചുള്ള ഗ്രൂപ്പ് കണ്ടുപിടിക്കൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ കുറച്ച് എലമെന്റ്സിന് മാത്രം, ഇപ്പൊ നേരത്തെ കാണിച്ച ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, അതുപോലെ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇതുപോലെ കുറച്ച് ട്രയാഡ്സ് മാത്രമേ പുള്ളിക്കാരന് കണ്ടെത്താൻ പറ്റും. മെയിൻലി ഈ 3 അപ്പൊ ഒരുപാട് എലമെന്റ്സ് എന്താണ്? ഇതിന് പുറത്താണ്. അപ്പൊ എന്താണ്? ഓൾ എലമെന്റ്സ് കുഡ് നോട്ട് ബി ക്ലാസിഫൈഡ് ഇൻടു ട്രയാഡ്സ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരി, ഡോബറൈനറിന്റെയും ഫുൾ ആയിട്ട് ജയിച്ചില്ല, ലാവോയിസിയറും ഫുൾ ആയിട്ട് ജയിച്ചില്ല, ഡോബറൈനറും ഫുൾ ആയി, പക്ഷെ ക്ലോസ് ആയി. ആറ്റോമിക് മാസിന് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഡോബറൈനർ സജസ്റ്റ് ചെയ്തു. അവിടെയാണ് നമ്മുടെ അടുത്ത് ജോൺ ന്യൂലാൻഡ്സ് വന്നത്. ഇവിടെ കണ്ട ഒരു ഫോട്ടോ ഉണ്ട്, താടി വെച്ച കന്നഡക്കാരൻ. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ആ സമയത്ത്, അതായത് നമ്മൾ കുറെ വർഷങ്ങൾ കഴിഞ്ഞു, 1837 19-ാം നൂറ്റാണ്ടായി, 19th സെഞ്ചുറി, 1898 വരെ ജീവിച്ചു.
അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? ആ സമയത്ത് 56ഓളം എലമെന്റ്സ് ഉണ്ട്. നമ്മൾ ലാബോയിസറിന് പറഞ്ഞത് വെറും 30 എലമെന്റ്സ് ആയിരുന്നു, നോൺ 30 എലമെന്റ്സ്. ഇപ്പം 56 എലമെന്റ്സ് അറിയാം. അപ്പൊ ഈ ഒരു എലമെന്റ്സിന് പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ചുമ്മാ അറേഞ്ച് ചെയ്തു. എങ്ങനെ? അതിന്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ്, അതായത് ഏറ്റവും ആറ്റോമിക് മാസ് കുറഞ്ഞ ആൾക്കാർ ഒരു സൈഡിലും പിന്നെ കൂടുന്ന ക്രമത്തിൽ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പൊ 56 ആൾക്കാർ ഇങ്ങനെ നിരനിരയായി നിൽക്കുന്ന നിങ്ങൾ ആലോചിച്ച്. ഓക്കെ, അപ്പൊ പുള്ളിക്കാരൻ നിരനിരയായിട്ടല്ല ചെയ്തത്. പുള്ളിക്കാരൻ ഇങ്ങനെ നിരനിരയായിട്ട് ആദ്യം വെച്ചു. അപ്പൊ വെച്ചപ്പോൾ പുള്ളിക്കാരൻ എന്ത് മനസ്സിലായി? എവ്രി 8th എലമെന്റ്, അതായത് 8ാമത്തെ എലമെന്റിന്റെ പ്രോപ്പർട്ടി ആദ്യം കാണിച്ച എലമെന്റിന്റെ പ്രോപ്പർട്ടി, അതായത് ഫസ്റ്റ് എലമെന്റ് ഒരു പ്രോപ്പർട്ടി, അതുപോലെ നെക്സ്റ്റ് 8th എലമെന്റ് ഒരു പ്രോപ്പർട്ടി, അടുത്ത എന്താണ് 9th എലമെന്റ്, അടുത്ത എത്രയാണ് 17th എലമെന്റ്, പിന്നെ അടുത്ത 25th എലമെന്റ്. ഇങ്ങനെ ഓരോ 8 എലമെന്റ് കൂടുമ്പോഴും പ്രോപ്പർട്ടി സെയിം ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ പുള്ളിക്കാരൻ മനസ്സിലായി എന്താണ്? ആറ്റോമിക് മാസ് വെച്ചിട്ട് നമ്മൾ ഈ എലമെന്റ് അറേഞ്ച് ചെയ്തപ്പോഴും എവറി 8th എലമെന്റിന് ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഉണ്ട്. അതെന്താണ്? സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കണ്ടത്. സോ ഇതിനാണ് എന്താണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് 8th എലമെന്റ് ഇസ് റിപ്പീറ്റേഷൻ ഓഫ് ദൂസ് ഓഫ് ദ ഫസ്റ്റ് എലമെന്റ്. അതാണ് ലോസ് ഓഫ് ഒക്ടേവ്സ്. അതായത് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ജനറലി പറയുന്നില്ല. ന്യൂലാൻഡ്സിന്റെ തിയറി അനുസരിച്ചിട്ടാണ് ലോ ഓഫ് ഒക്ടേവ്സ്. അപ്പൊ ഒക്ടേവ്സ് എന്താണ്? എന്തുകൊണ്ട് ഒക്ടേവ്സ് എന്ന് പറയുന്നത്? 8th എന്നുള്ള ഐഡിയ ഒക്ട് എന്ന് പറഞ്ഞത്. അതായത് നമ്മളിപ്പം ഇതിന് ഏറ്റവും ഈ ഒക്ടേവ്സ് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിലാണ്. അതായത് സ രി ഗ മ പ ദ നി സ. നമ്മളിങ്ങനെ പറയാം, സ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എത്രയാണ്? അതായത് നമ്മുടെ സപ്തസ്വരങ്ങൾ എന്ന് പറയുന്നില്ലേ, 7 സ്വരങ്ങൾ. സ രി ഗ മ പ ദ നി. 7 കഴിഞ്ഞ് 8ാമത്താണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 19 അല്ല, 1 8 പിന്നെ എത്രയാണ് 15 22. അതായത് എവറി 8th എലമെന്റ് അല്ലേ, ഞാൻ പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് ആണ് കേട്ടോ. അപ്പോ സാരിഗമ പദ നി സ, 8ാമത് സാ പിന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ എന്താണ് അവിടെ ആ ഒക്ടേവ്സ്, ആ സൗണ്ട്, പുള്ളിക്കാരൻ സരിഗമയല്ല, ഇംഗ്ലീഷിലെ മ്യൂസിക്കിന്റെ എന്താണ് പർട്ടിക്കുലർ ആ ഒരു എന്താണ് ബാൻഡ് എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു സംഭവം പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതാണ് ഐഡിയ, മ്യൂസിക്കിൽ നിന്നാണ് അത് വന്നത്. ഓക്കെ, 7 നോട്ട്സ് ഓഫ് മ്യൂസിക് കഴിഞ്ഞിട്ട് പിന്നെ റിപ്പീറ്റേഷൻ നടക്കുന്നുണ്ട്. അതാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയും പ്രശ്നങ്ങളുണ്ട്. അതിനു മുമ്പ് പുള്ളിക്കാരൻ അറേഞ്ച് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. എന്താണ് കേട്ടോ? ഇപ്പം ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, പൊട്ടാസ്യം, കാൽസ്യം. ലിഥിയത്തിന്റെ 7 ആറ്റോമിക് മാസ് വരുന്നത്. ഓക്കെ, അപ്പൊ 1 2 3 4 5 6 7 8. 8ാമത് നമ്മൾ നേരത്തെ ആറ്റോമിക് നമ്പർ വെച്ച് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നത്, അതാണ് 8th എലമെന്റ്. അപ്പൊ ഇവിടെ എന്താണ്? 8ാമത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചപ്പം 8ാമത് വരുന്ന എലമെന്റ്, അതായത് സോഡിയം, അതിന്റെ പ്രോപ്പർട്ടി ലിഥിയത്തിന്റെ പ്രോപ്പർട്ടി സെയിം ആണ്. അപ്പൊ സോഡിയം കഴിഞ്ഞിട്ട് പിന്നെ 8ാമത് വരുന്നത് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യത്തിന്റെ പ്രോപ്പർട്ടി സോഡിയം ആയിട്ട് സിമിലാരിറ്റി ഉണ്ട്. അതുപോലെ ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം സിമിലാരിറ്റി ഉണ്ട്. ബോറോൺ, അലൂമിനിയം സിമിലാരിറ്റി ഉണ്ട്. കാർബൺ, സിലിക്കൺ സിമിലാരിറ്റി ഉണ്ട്. നൈട്രജൻ, ഫോസ്ഫറസ്, ഓക്സിജൻ, സൾഫർ, ഫ്ലൂറിൻ. നിങ്ങൾ ഇതിപ്പം നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഉള്ള പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേപോലെ തന്നെ എലമെന്റ് അറേഞ്ച് ചെയ്തിട്ടില്ല അല്ലേ? ലിഥിയം കഴിഞ്ഞിട്ട് തൊട്ട് താഴെ സോഡിയം വരുന്നുണ്ട്, അതിന്റെ താഴെ പൊട്ടാസ്യം വരുന്നുണ്ട്. ബെറിലിയത്തിന്റെ താഴെ മഗ്നീഷ്യം വരുന്നുണ്ട്, അതിന്റെ താഴെ കാൽസ്യം വരുന്നുണ്ട്. ബോറോണിന്റെ താഴെ അലൂമിനിയം വരുന്നുണ്ട്, കാർബണിന്റെ താഴെ സിലിക്കണും, നൈട്രജന്റെ താഴെ ഫോസ്ഫറസും, ഓക്സിജന്റെ താഴെ സൾഫറും, ഫ്ലൂറിന്റെ താഴെ ക്ലോറിനും. അപ്പൊ പുള്ളിക്കാരൻ അറേഞ്ച് ചെയ്തത് ഏകദേശം ഇപ്പോഴത്തെ അതേപോലെ ഐഡിയ തന്നെ. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ നേരത്തെ നമ്മൾ ഡോബറൈനറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എലമെന്റ്സ് വിത്ത് ഹയർ ആറ്റോമിക് മാസ് ഡിഡ് നോട്ട് ഒബേ ദിസ് റൂൾ. അത് 40 വരെ ഓക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ പോയി. പക്ഷേ ആറ്റോമിക് മാസ് 40 കഴിഞ്ഞപ്പം ഒരു ഇറഗുലാരിറ്റി കാണാൻ തുടങ്ങി. ഈ റൂള്, അതായത് 8th എലമെന്റ് സെയിം പ്രോപ്പർട്ടി കാണിക്കുക എന്ന് പറയുന്ന ലോ ഓഫ് ഒക്ടേവ്സ് അങ്ങനെ അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് വർക്കൗട്ട് ആയില്ല, ഒത്തില്ല. അപ്പൊ എന്താണ്? ഇവിടെയും ഹയർ ആറ്റോമിക് മാസ് വരുമ്പോൾ മൊത്തമായിട്ട് പുള്ളിക്കാരൻ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. 56 എലമെന്റ്സ് ആണെങ്കിലും എല്ലാവരും ഇതേ ഒരു പ്രോപ്പർട്ടി കറക്റ്റായി കാണിക്കുന്നില്ല. അപ്പൊ ന്യൂലാൻഡ്സും അങ്ങനെ മൊത്തത്തിൽ വിജയിച്ചില്ല. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവ് വന്നത്. ഇപ്പൊ മെൻഡലീവ് എന്താ ഇത് കണ്ടോ? നല്ലൊരു അപ്പൂപ്പനെ പോലത്തെ ഒരു പുള്ളിക്കാരനെ കണ്ടോ? ഓക്കെ, 1834 തൊട്ട് 1907 വരെ പുള്ളിക്കാരൻ ജീവിച്ചു. ആ സമയത്ത് 63 എലമെന്റ്സ് ആണ് ഉള്ളത്. ഇപ്പൊ പുള്ളിക്കാരൻ ഇവർ ചെയ്തതിൽ നല്ല കുറച്ച് ഡിഫറെന്റ് ആയി. നമ്മൾ ഒക്ടേവ്സ് വന്നപ്പോൾ കുറച്ചൊന്ന് ടേബിൾ പോലെ അറേഞ്ച് ചെയ്ത് വെച്ചു. മെന്റലീവ് പ്രോപ്പർ ആയിട്ട് ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കി. ഓക്കെ, അപ്പൊ പുള്ളിനെയാണ് നമ്മൾ അറിയപ്പെടുന്ന ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞു. ഈ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ആ ഒരു പേരും പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ സെറ്റപ്പും എല്ലാം തുടങ്ങിയത് മെന്റലീവ് വഴിയാണ്. അപ്പൊ മെന്റലീവ് എന്താണ്? ഹി പ്രപ്പോസ്ഡ് ടേബിൾ ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. എലമെന്റ്സ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരൻ ടേബിൾ പ്രപ്പോസ് ചെയ്തു. അപ്പൊ അത്രയാണ് 63 എലമെന്റ്സിനെ എങ്ങനെ അറേഞ്ച് ചെയ്തു? നമ്മുടെ ആ ഒരു ന്യൂലാൻഡ്സ് അറേഞ്ച് ചെയ്ത് അതേപോലെ തന്നെ ആറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പൊ പുള്ളിക്കാരൻ കണ്ടെത്തി എന്താണ്? മെന്റലീവ്സിന്റെ പീരിയോഡിക് ലോ എന്താണ്? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ
പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദർ ആറ്റോമിക് മാസസ്. പീരിയോഡിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റായി വരുന്ന പീരിയോഡിക് എന്താണ് റിപ്പീറ്റായി വരുന്ന ഫങ്ഷൻസ് ആണ്. എന്തിൻ്റെ? ആറ്റോമിക് മാസുമായിട്ട് റിലേറ്റഡ് ആണ്. ആരുടെ? എല്ലാ എലമെന്റ്സിന്റെയും ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. എന്താ മക്കളെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഫിസിക്കലായിട്ട് കാണാൻ പറ്റുന്ന ചേഞ്ചസ്, അതായത് ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, ഓക്കെ, അത്രയ്ക്ക് അതിൽ ഡെൻസിറ്റി, അതൊക്കെ ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് അതിന്റെ റിയാക്ടിവിറ്റി, എത്രത്തോളം ഹൈലി റിയാക്റ്റീവ് ആണോ, ലോ റിയാക്റ്റീവ് ആണോ, ആരോട് എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യും, ഇപ്പം വാട്ടറോട് എങ്ങനെ റിയാക്ട് ചെയ്യും, എയറിനോട് എങ്ങനെ റിയാക്ട് ചെയ്യും, ആസിഡോട് എങ്ങനെ റിയാക്ട് ചെയ്യും, അതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് എന്തിന്റെ പീരിയോഡിക് ആയിട്ട് ഫംഗ്ഷൻ റിപ്പീറ്റ് ആയെന്നുള്ള ഫംഗ്ഷൻ ആണെന്ന് പറയുന്നത്? ആറ്റോമിക് മാസിന്റെ പീരിയോഡിക് ഫംഗ്ഷൻ എന്താണ് ആര് പറയുന്നത്? നമ്മുടെ മെൻഡലീഫ് പറയുന്നത്. അപ്പൊ അവരുടെ ലോ ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പൊ മെൻഡലീഫിന്റെ എന്താണ്? നമ്മൾ പീരിയോഡിക് ലോ പഠിച്ചു. എന്താണ് മെൻഡലീഫിന്റെ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തിന് ഡിപ്പെൻഡ് ആണ്? ആറ്റോമിക് മാസിന്റെ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ആറ്റോമിക് മാസ് ആണെന്ന് കണ്ടു. അപ്പൊ പുള്ളിയുടെ പീരിയോഡിക് ടേബിൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും. നമ്മളിപ്പം കാണുന്ന പീരിയോഡിക് ടേബിൾ പോലൊന്നല്ല. പുള്ളിയുടെ ആകെ എത്രയാണ്? ആകെ 8 ഗ്രൂപ്പ്സ് കണ്ടോ? ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ആയിട്ട് കോളംസ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയാം. അതുപോലെ തന്നെ പീരീഡ്സ് എന്ന് പറഞ്ഞിതാ 1, 2, 3, 4, 6 പീരീഡ്സും പുള്ളിക്കാരൻ ഉണ്ടാക്കി. ഓക്കെ, നിങ്ങൾ അറേഞ്ച്മെന്റ് ഒക്കെ നമുക്ക് ഇപ്പോൾ ഉള്ള ഇതുമായിട്ട് നമുക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കണ്ട. ഓക്കെ, പിന്നെ ഒരു സൈഡിൽ 8ാമത് അവിടെ ട്രാൻസിഷൻ സീരീസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താണ്? ഫസ്റ്റ് സീരീസ്, സെക്കൻഡ് സീരീസ്, അതായത് 4th പീരീഡിൽ തന്നെ ഫസ്റ്റ് സീരീസും സെക്കൻഡ് സീരീസും ഉണ്ട്. 5th തന്നെ ഫസ്റ്റ് സീരീസും സെക്കൻഡ് സീരീസും ഉണ്ട്. 6th പീരീഡിൽ ഫസ്റ്റ് സീരീസും സെക്കൻഡ് സീരീസും ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അറേഞ്ച് ഉണ്ട്. അപ്പം ഇതിന്റെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പുള്ളിക്കാരന്റെ കുറച്ച് മെറിറ്റുകളുണ്ട്. മെറിറ്റും ഡീമെറിറ്റ്സും നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പൊ പുള്ളിക്കാരന്റെ മെറിറ്റ് എന്താണ്? എലമെന്റ്സ് ഓഫ് സെയിം പ്രോപ്പർട്ടി വെർ പ്ലേസ്ഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. പുള്ളിക്കാരൻ ആദ്യം ചെയ്തത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണ്? സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സ് എല്ലാവരും ഒരൊറ്റ ഗ്രൂപ്പിലാണ്. ഗ്രൂപ്പ് എന്ന് വെച്ചാൽ വെർട്ടിക്കൽ കോളത്തിലാണ് സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എല്ലാ എലമെന്റ്സും. ഉദാഹരണത്തിന് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സിന് സെയിം മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഒരൊറ്റ ഗ്രൂപ്പിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ കോളംസ് വെയർ ലെഫ്റ്റ് വാക്കന്റ് ഫോർ എലമെന്റ്സ് വിച്ച് വെയർ നോട്ട് നോൺ അറ്റ് ദാറ്റ് ടൈം ആൻഡ് ദർ പ്രോപ്പർട്ടി വെർ ഓൾസോ പ്രെഡിക്റ്റഡ്. അതായത് നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ ചില സ്ഥലത്ത് ചില ഗ്യാപ്പുകൾ കണ്ടോ? ഇവിടെയൊക്കെ ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. ഇതാ ഇവിടെ വേറൊരു ഗ്യാപ്പ്. അതുപോലെ തന്നെ ഇതാ ഇവിടെയൊക്കെ പുള്ളിക്കാരൻ ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. ഈ ഗ്യാപ്പ് എന്തിനാണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഇപ്പൊ ഇവിടെ കണ്ടോ, ഇപ്പൊ കാൽസ്യവും സിങ്കും കഴിഞ്ഞിട്ട് ഈ തൊട്ടടുത്ത്, അതായത് 3ാമത്തെ ഗ്രൂപ്പിൽ നിങ്ങൾ കണ്ടോ ഗ്യാപ്പ് വെച്ചിട്ട്, അവിടെ എന്ത് എലമെന്റ്സ് വരാൻ പറ്റും, അതിന് എന്തൊക്കെ പോസിബിൾ ആറ്റോമിക് മാസ് ആയിരിക്കും, ആ സമയത്തൊന്നും കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. അപ്പൊ പുള്ളിക്കാരൻ അവിടെ സ്ഥലം ഒഴിവാക്കിയിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു എന്താണ്? അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്തു. അതിന്റെ ആറ്റോമിക് മാസ് ഏകദേശം ഇത്ര ഉണ്ടാവും, അത് ഇവിടെ കാണാൻ സാധ്യതയുണ്ട്, ഈ എലമെന്റിന് ശേഷം കാണാന്നൊക്കെ പുള്ളിക്കാരെ പ്രഡിക്റ്റ് ചെയ്തു. ആൻഡ് സർപ്രൈസിംഗ്ലി ഭാവിയിൽ സയന്റിസ്റ്റുകൾ കണ്ടെത്തിയപ്പം പുള്ളിക്കാരൻ പ്രഡിക്റ്റ് ചെയ്ത ആ ഒരു ആറ്റോമിക് മാസിന്റെ ആ ഒരു റേഞ്ചിൽ തന്നെയുള്ള ഒരു എലമെന്റ് ആണ് കണ്ടുപിടിച്ചത്. സോ അവിടെ തന്നെ ആലോചിക്കണം, അത്രക്കും എന്താണ് ഫാർ സൈറ്റഡ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആയിരുന്നു മെൻഡലീവ്. അപ്പൊ പുള്ളിക്കാരൻ ചെയ്തപ്പോൾ എന്താണ്? സം എലമെന്റ്സ് ഡിഡ് നോട്ട് ഫോളോ കറക്റ്റ് ഓർഡർ ഓഫ് ആറ്റോമിക്. എല്ലാവരും കറക്റ്റ് ഓർഡർ ഒന്നും ഫോളോ ചെയ്തിട്ടില്ല. പക്ഷെ മെൻഡലീവ് പറഞ്ഞു അത് ഫോളോ ചെയ്യാത്തതിന്റെ കാരണം എന്തായിരിക്കും? അവർ കാൽക്കുലേറ്റ് ചെയ്ത് പുള്ളിക്കാരൻ ആ സമയത്തുള്ള സെറ്റപ്പുകൾ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പം നമുക്ക് പലതരത്തിലുള്ള ലാബോറട്ടറി എക്യുപ്മെന്റ്സും അതിനുള്ള സെറ്റപ്പും എന്താണ് സയന്റിഫിക്കലി വളരെ അഡ്വാൻസ്ഡ് ആണ് ഇപ്പോൾ. അപ്പം നമുക്ക് എന്താണ് ടെക്നോളജിക്കലി ആണെങ്കിലും വളരെ ഈസി ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ആറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ സമയത്ത് അതുപോലെ സെറ്റപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അക്യുറേറ്റ് ആയിട്ടല്ല ആറ്റോമിക് മാസുകൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ എന്തുകൊണ്ടാണ് ആറ്റോമിക് മാസ് പുള്ളിക്കാരൻ കാൽക്കുലേറ്റ് ചെയ്ത് തെറ്റായിരിക്കും? അപ്പൊ എന്താണ്? ഈ ഒരു അറേഞ്ച്മെന്റിൽ ചെറിയ മിസ്റ്റേക്ക് വരും, ഒരേ ഓർഡറിലായിരിക്കില്ല ആറ്റോമിക് മാസ്. അപ്പൊ പുള്ളിക്കാരൻ പ്രപ്പോസ് ചെയ്തു എന്താണ്? അത് ഇൻകറക്റ്റ് മെഷർമെന്റ് കൊണ്ടായിരിക്കും എല്ലാ എലമെന്റ്സും ആ ഒരു ഓർഡർ ഫോളോ ചെയ്യാത്തതെന്ന് പുള്ളിക്കാരൻ പ്രപ്പോസ് ചെയ്തു. ശരി, മെറിറ്റ്സ് ഒക്കെ ഉണ്ട്. എന്താണ്? വേക്കൻ്റ് ഒക്കെ ചെയ്തു, പുള്ളിക്കാരൻ പ്രപ്പോസ് ചെയ്തു, അല്ല ശരിയാണ്. ഒരേ പ്രോപ്പർട്ടിയുള്ള ആൾക്കാർ ഒരു ഗ്രൂപ്പിൽ വെച്ചു, അത് ഇപ്പോഴും ഫോളോ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഒരേ പ്രോപ്പർട്ടിയുള്ള എലമെന്റ്സിനൊക്കെ നമുക്ക് ഒറ്റ ഗ്രൂപ്പിലെ കാണാൻ പറ്റുക. അത് മെൻഡലീവ് തുടങ്ങിയ ഒരു കാര്യമാണ്. അപ്പൊ ആറ്റോമിക് മാസ് ആണ് എന്താണ് ഈ പ്രോപ്പർട്ടിക്ക് കാരണം ആര്? ഡോബറൈനർ പ്രപ്പോസ് ചെയ്തു. ആറ്റോമിക് മാസ് ബേസ് ചെയ്തിട്ട് ന്യൂലാൻഡ്സും മെൻഡലീവും ആക്കി. മെൻഡലീഫ് എന്ത് ചെയ്തു? ആറ്റോമിക് മാസിന്റെ പ്രെഡിക്റ്റ് ചെയ്യാൻ വരെ മെൻഡലീഫിന് പറ്റി. പക്ഷെ ഡീമെറിറ്റ്സ് ഉണ്ട് കേട്ടോ. എന്താണ്? എലമെന്റ്സ് വിത്ത് ലാർജ് ഡിഫറൻസ് ഇൻ പ്രോപ്പർട്ടീസ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. അതായത് ശരിയാണ്, സിമിലർ പ്രോപ്പർട്ടിയുള്ള ആൾക്കാർ അറേഞ്ച് ചെയ്തു, പക്ഷെ എപ്പോഴും പിന്നെ ഭാവിയിൽ കുറച്ച് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്? ഉദാഹരണം കോപ്പർ, സിൽവർ, ഇവരെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ മെറ്റൽസ് ആണ്. ശരിയാണ്. അപ്പൊ പുള്ളിക്കാരൻ എന്താണ് നോക്കിയത്? പ്രോപ്പർട്ടി നോക്കിയപ്പം മെറ്റൽ എന്നൊരു പ്രോപ്പർട്ടി വെച്ചിട്ട് പുള്ളിക്കാരൻ ആ മെറ്റൽ ടൈപ്പ് വരുന്ന ആൾക്കാരെയൊക്കെ ഒരൊറ്റ ഗ്രൂപ്പിൽ വെച്ചു. പക്ഷേ കോപ്പർ, സിൽവർ, നിങ്ങളൊക്കെ കോപ്പർ വയറുകളും സിൽവർ ഓർണമെന്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടിടണം, അതൊക്കെ കുറച്ച് ഹാർഡ് മെറ്റൽസ് ആണ്. നമുക്കത് പൊട്ടിക്കണമെങ്കിലോ അതിനെ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അത്തരം മെറ്റൽസ് നമ്മൾ ഹാർഡ് മെറ്റൽസ്. സോ ഈ ഹാർഡ് മെറ്റൽസ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള
സോഡിയം, പൊട്ടാസ്യം എന്നീ മെറ്റൽസിന്റെ കൂട്ടം, അതായത് സോഫ്റ്റ് മെറ്റൽസിന്റെ കൂടെ തന്നെ പുള്ളിക്കാരൻ അറേഞ്ച് ചെയ്തിട്ടില്ലേ. അത് തെറ്റല്ലേ? കാരണം സെയിം പ്രോപ്പർട്ടി ആയിരിക്കും. ഒരിക്കലല്ല. ഹാർഡ് മെറ്റൽസിന് ഹൈ മെൽറ്റിംഗ് പോയിന്റും ഹൈ ബോയിലിംഗ് പോയിന്റും ഒക്കെ ഉണ്ടാവുക. സോഫ്റ്റ് മെറ്റൽസിന് അത്രയൊന്നും ഉണ്ടാവില്ല, വളരെ കുറവായിരിക്കും. അവർ റിയാക്ടിവിറ്റി ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. സോ അവരെല്ലാവരും ഒന്നിച്ചിട്ടാണ് നമ്മുടെ ആര് അറേഞ്ച് ചെയ്തത്, മെന്റലീഫ് അറേഞ്ച് ചെയ്തത്. സോ അതൊരു ഡീമെറിറ്റ് ആണ്. അതാണ് ലാർജ് ഡിഫറൻസ് ഇൻ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സ് ഒക്കെ ഒന്നിച്ച് അറേഞ്ച് ചെയ്തു. പിന്നെന്താണ് അൺസേർട്ടൺ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ. നിങ്ങൾ ആ ഒരു ചിത്രം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയേ, ഹൈഡ്രജൻ ഏതാണ്? ഒന്നാമത്തെ ഗ്രൂപ്പിലാണ് വെച്ചിട്ടുള്ളത്. ആ ഗ്രൂപ്പിൽ ബാക്കി ആൾക്കാർ നിങ്ങൾ നോക്കിയേ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, എല്ലാവരും ആരാണ്? മെറ്റൽസ് ആണ്. പക്ഷേ ഹൈഡ്രജൻ മെറ്റൽ ആണോ? അല്ല, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അപ്പൊ പിന്നെ ഹൈഡ്രജൻ എങ്ങനെ അവിടെ വെക്കാൻ പറ്റും? ഓക്കെ, അപ്പോൾ അൺസേർട്ടൺ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ എന്താണ്? മെറ്റൽസിന്റെ അബോവ് വെച്ചു, ലിഥിയം, സോഡിയം, പൊട്ടാസിന്റെ അബോവ് വെച്ചു. അത് അൺസേർട്ടൺ പൊസിഷൻ. അത് എങ്ങനെ വെക്കാൻ പറ്റും? അത് പുള്ളിക്കാരൻ്റെ ഒരു ഡിമെറിറ്റ് ആയിരുന്നു. പിന്നെന്താണ്, നേരത്തെ പറഞ്ഞ പുള്ളിക്കാരൻ എന്താണ്, ആറ്റോമിക് മാസ് ആ ഒരു ഇൻക്രീസിംഗ് ഓർഡർ ഫോളോ ചെയ്യാത്തത് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്. ശരി, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് കൊണ്ട് ഫോളോ ചെയ്യാത്ത സ്ഥലങ്ങളുണ്ട്. പക്ഷേ സ്റ്റിൽ കുറച്ചുകൂടി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ ആറ്റോമിക് മാസിന്റെ ഈ ഓർഡർ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരേ ഓർഡർ അല്ല. ചില സമയം ഒന്നിനേക്കാളും കൂടുതലൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ മാറി ചെറിയ വ്യത്യാസത്തിൽ ആറ്റോമിക് മാസ് തമ്മിൽ വ്യത്യാസം വരുന്നുണ്ട്, രണ്ട് എലമെന്റ് തമ്മിൽ. സോ അതുകൊണ്ടൊക്കെ എന്തുകൊണ്ടാണ്? മെന്റലീഫിന്റെ ലോ അനുസരിച്ചിട്ട് അങ്ങനെ ഒരു ഡിഫറൻസും പാടില്ല എന്നാണല്ലോ. സോ അതും മെന്റലീഫ്സ് പീരിയോഡിക് ടേബിളിന്റെ ഡീമെറിറ്റ് ആണ്. സോ ഇത്തരം ഡീമെറിറ്റുകളൊക്കെ സയന്റിസ്റ്റുകൾ മനസ്സിലായി. സോ നമ്മൾ മെന്റലീവ്സിന്റെ ഡീമെറിറ്റും ഡോബറിന്റെ ഡീമെറിറ്റും എല്ലാവരും ഡീമെറിറ്റ്സും ഒക്കെ കണ്ടു. അപ്പൊ ഇനി സയന്റിസ്റ്റുകളുടെ മുമ്പിലുള്ള ചാലഞ്ച് എന്താണെന്നോ, ഈ ഡീമെറിറ്റുകളൊക്കെ മാറ്റിയിട്ടുള്ള ഒരു നല്ലൊരു മോഡേൺ പീരിയോഡിക് ലോ ഉണ്ടാക്കണം. അപ്പൊ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ചാമത്തെ മെയിൻ ക്യാരക്ടർ, പീരിയോഡിക് ടേബിളിന്റെ ഹിസ്റ്ററിയിലെ മെയിൻ ക്യാരക്ടർ മുമ്പോട്ട് വരുന്നത്. മോസ്ലി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് വന്നിട്ടാണ് മോഡേൺ പീരിയോഡിക് ലോ പ്രപ്പോസ് ചെയ്തു. പുള്ളിക്കാരനാണ് നമ്മൾ ഇപ്പൊ കാണുന്ന പീരിയോഡിക് ടേബിളിലെ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഒരു ശില്പി എന്നൊക്കെ പറയുന്നത്. പുള്ളിക്കാരനാണ് അതിന്റെ ഒരു ബേസിക് മോഡൽ ഉണ്ടാക്കിയത്. ഓക്കെ, ആ ഒരു ഐഡിയ കൊണ്ടുവന്നത് പുള്ളിക്കാരനാണ്. സോ അതൊക്കെ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. സോ ഈ ക്ലാസ്സിൽ നമ്മൾ ആരൊക്കെ പഠിച്ചു? ലാവോയ്സിയറിന്റെ കോൺട്രിബ്യൂഷൻ പഠിച്ചു അല്ലേ? ലാവോയ്സിയറിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? മെറ്റൽ നോൺ മെറ്റൽ ആയിട്ട് പുള്ളിക്കാരൻ ചെയ്തു. അതിനുശേഷം ഡോബറൈനർ വന്നു. ഡോബറൈനർ എങ്ങനെയാണ് ചെയ്തത്? ഡോബറൈനർ ട്രയാഡ്സ് ആക്കി. പിന്നെ ന്യൂലാൻഡ്സ് വന്നപ്പോൾ എന്ത് ചെയ്തു? ന്യൂലാൻഡ്സും ഡോബറൈനറും ഇവരൊക്കെ എന്താണ് ആറ്റോമിക് മാസ് ബേസ് ചെയ്തു. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ഒക്ടേവ്സ് ഫോം ചെയ്തു. അവസാനം നമ്മൾ ആര് വന്നു? മെന്റലീവും ഇവരെ പോലെ തന്നെ ആറ്റോമിക് മാസ് ബേസ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തു. പുള്ളിക്കാരൻ മനസ്സിലായി എന്താണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദർ ആറ്റോമിക് മാസ്. അതായത് ആറ്റോമിക് മാസ് ആണ് എലമെന്റ്സിന്റെ സകലമാന പ്രോപ്പർട്ടീസിനും കാരണം എന്ന് മെന്റലീഫ് ഉറച്ചങ്ങോട്ട് പറഞ്ഞു. ഇത് തന്നെ കാരണം. പക്ഷെ മെന്റലീഫിന്റെ ഡീമെറിറ്റ്സ് നമ്മൾ കണ്ടു. എപ്പോഴും ഈ ആറ്റോമിക് മാസ് അങ്ങോട്ട് പുള്ളി വിചാരിച്ചതുപോലെ ഫോളോ ചെയ്യുന്നില്ല. ആ ഒരു ഓർഡർ കറക്റ്റായിട്ടല്ല വരുന്നത്. പക്ഷെ എന്നിട്ട് പുള്ളിക്കാരൻ പ്രെഡിക്റ്റ് ചെയ്തൊക്കെ കറക്റ്റായിട്ട് വന്നു എന്ന് നമ്മൾ കണ്ടു അല്ലേ? ചില വേക്കൻറ്റ് സ്പേസ് ഒക്കെ പുള്ളിക്കാരൻ വെച്ചു, അതൊക്കെ കറക്റ്റായിട്ട് ഭാവിയിൽ വന്നു. സോ ഒരു മെറിറ്റും ഇല്ലാത്ത ആളല്ല. പക്ഷെ പിന്നെ ഹൈഡ്രജൻ നമ്മൾ കണ്ടു, ഒറ്റയ്ക്ക് ഏകാന്തമായിട്ട് അവിടെ ഇരിക്കുക. ആരുടെ കൂട്ടത്തിൽ? അത് നമ്മുടെ ഏതൊരു സിനിമയില്ല, നമ്മുടെ പുലിവാക്കൻ്റെ ജഗതി കയറിയിരിക്കുന്നില്ലേ, നല്ല കളർഫുൾ ഷർട്ടൊക്കെ ഇട്ടിട്ട് കോട്ടും സൂട്ടൊക്കെ ഇട്ട ആൾക്കാരുടെ ഇടയിൽ പോയിരിക്കുന്നത്. അതുപോലെയാണ് ഹൈഡ്രജൻ മെന്റലീവ്സിന്റെ പീരിയോഡിക് ടേബിളിൽ. സകലമാന ഗുണ്ടകളും ആൾക്കാരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ മെറ്റൽസ് ഒക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ഒറ്റയ്ക്ക് ഏകാന്തമായിട്ട് ഗ്യാസ് ആയിട്ടുള്ള പാവത്തൻ ഹൈഡ്രജൻ അവിടെ നിൽക്കുക. സോ ആ ഒരു അൺസേർട്ടൺ പൊസിഷൻ എന്ന് വെച്ചാൽ അതൊരു പ്രശ്നമായിരുന്നു പുള്ളിക്കാരൻ്റെ അകത്ത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു എന്താണ് ഹാർഡ് ആയിട്ടുള്ള മെറ്റൽസ്, ഈ കോപ്പർ, സിൽവർ ഒക്കെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസിന്റെ കൂടെ അറേഞ്ച് ചെയ്തു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മോഡേൺ പീരിയോഡിക് ലോ വരുന്നുണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, പക്ഷേ ഈ ക്ലാസ്സിൽ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. സോ വിത്ത് ദിസ് ഐ കൺക്ലൂഡ് ദിസ് വീഡിയോ. താങ്ക് യു. Manorama Horizon, learning made simple.